അങ്ങനെ മൗനരാഗം പുതിയ പ്രൊമോയില് ദിലീപ് ഇപ്പോഴും വാശിയിലാണ്. ദിലീപ് കിരണിനോട് പറയുന്നുണ്ട്, കല്യാണിയുടെ അമ്മ മരിച്ചപ്പോൾ കല്യാണി കൂടുതൽ സ്ട്രോങ് ആകുകയല്ലേ ചെയ്തത്. എല്ലാ അവസ്ഥകളും തരണം ചെയ്ത് പോന്നില്ലേ കല്യാണി. അതുപോലത്തെ ഒരു അവസ്ഥയിലാണ് ഇപ്പോൾ ഞാനും. എനിക്കിതൊരു വാശിയാണ് എന്ന് പറയുന്നുണ്ട്. അപ്പൊ കിരൺ ഇത് കേട്ടിട്ട് പറയുന്നുണ്ടേ, ദിലീപ് ഇതൊരു ചലഞ്ചായിട്ട് ഏറ്റെടുത്തതിൽ ഞങ്ങൾക്ക് എല്ലാവർക്കും ഭയങ്കര സന്തോഷമേ ഉള്ളൂ. എന്നാലും നമ്മള് ഭയങ്കരമായിട്ട് ശ്രദ്ധിച്ചു വേണം മുന്നോട്ട് പോകാൻ എന്നൊക്കെ പറഞ്ഞ് രണ്ടുപേരും കൂടി ഇങ്ങനെ സംസാരിക്കുവാണേ. പിന്നീട് നമ്മുടെ കിരണും സരയും കൂടെ ഒരു ടെക്സ്റ്റൈൽ ഷോപ്പിൽ പോയി കുഞ്ഞിന് കുറേ ഉടുപ്പൊക്കെ നമ്മുടെ കിരൺ എടുത്തു കൂട്ടുന്നുണ്ട്. അപ്പൊ സരയു പറയുന്നുണ്ട്, എന്തിന് ഇതിനും വേണ്ടി ഉടുപ്പ് എന്ന് പറയുമ്പോൾ നമ്മുടെ കിരൺ പറയുന്നുണ്ട്, ദേ നീ മിണ്ടണ്ട, ഇത് ഞാൻ എന്റെ കുഞ്ഞിന് എടുക്കുന്നതാ എന്നും പറഞ്ഞിട്ട് നമ്മുടെ കിരൺ നമ്മുടെ സരയുവിന്റെ മോൾക്ക് വേണ്ടി കുറേ ഉടുപ്പുകൾ എടുക്കുവാണ്. അപ്പൊ നമ്മുടെ കിരൺ ഈ ഒരു ഉടുപ്പുകളൊക്കെ ഇങ്ങനെ എടുക്കുന്നത് കാണുമ്പോൾ നമ്മുടെ സരയുവിന് ഭയങ്കര സങ്കടമായിട്ട് ഉള്ളിൻ്റെ ഉള്ളിൽ പറയുന്നുണ്ട്, ഇവൻ എന്റെ ശരിക്കും ഭർത്താവായിരുന്നെങ്കിൽ ഞാൻ എന്തൊരു സന്തോഷവതിയാർന്നാനെ, എപ്പോൾ ഇങ്ങനെ എന്തോരം സന്തോഷ നിമിഷങ്ങൾ എന്റെ ജീവിതത്തിൽ വന്നാനെ എന്നും പറഞ്ഞ് നമ്മുടെ കിരണിനെ നമ്മുടെ സരയു ഇങ്ങനെ നോക്കി തന്നെ നിൽക്കുന്നുണ്ടേ. ഇനി വീണ്ടും നമ്മുടെ സരയു ഒരു പൊട്ടബുദ്ധിയിലേക്ക് പോകോ എന്നുള്ളതാണ് നമുക്ക് അറിയേണ്ടതല്ലേ. കാത്തിരിക്കാട്ടോ. അപ്പൊ അടുത്തൊരു വീഡിയോയുമായി വരുന്നത് വരയ്ക്കും ഗുഡ് ബൈ.